യെസ്, അതേ സാഹചര്യത്തിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഈ രാജിയുടെ കാര്യത്തിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സമ്മർദ്ദം മൂലം എന്നൊക്കെയുള്ള സൂചനകളുണ്ടല്ലോ ധനസുമോദ്. അത്തരത്തിൽ പല കാര്യങ്ങൾ, അതായത് കേന്ദ്ര സർക്കാരിന് യോജിക്കാൻ സാധിക്കാത്ത പല തീരുമാനത്തിലേക്കും ധൻഖഡ് കടന്നു. അതുകൊണ്ടുള്ളൊരു നടപടി കൂടിയാണ് ഈ രാജി എന്നുള്ള തരത്തിൽ അതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊപ്പം തന്നെ ആരെയായിരിക്കും പരിഗണിക്കുക അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്. നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും വി ഗിരി രാജിവെച്ചതിന് ശേഷം അങ്ങനെ രാജിവെക്കുന്നത് പലരും പ്രസിഡന്റ് ആകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആർ വെങ്കട്ടരാമൻ ഉപരാഷ്ട്രപതി ആയിരിക്കും, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് പ്രസിഡന്റ് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ സമീപകാല ഒരു ഭൂതകാലം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഉപരാഷ്ട്രപതി, അത് ഭരണഘടനാ രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഉപരാഷ്ട്രപതി. ആ പോസ്റ്റിൽ നിന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ രാജിവെക്കാൻ നിർബന്ധിതരാക്കി എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിപക്ഷം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഈ തരത്തിലുള്ള സ്ഥാനത്തു നിന്നുള്ള പ്രതിപക്ഷ എംപിമാരായിട്ടുള്ളവരെ പോലും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ള ഒരു കേൾവി ഇതിനകം തന്നെ പ്രചരിച്ചിട്ടുണ്ട്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് പ്രചരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ ചർച്ച തുടങ്ങിയിരിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള ആരെങ്കിലും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരിക. കാര്യം ബീഹാർ, തമിഴ്നാട്, ബംഗാൾ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. നേരത്തെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ കർഷക സമരം കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് ജാട്ട് വിഭാഗത്തു നിന്നുള്ള കർഷക കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ജഗദീപ് ധൻഖഡിനെ ഉയർത്തിക്കാട്ടിയത്. കർഷക പ്രക്ഷോഭം തന്നെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. പകരം ബീഹാറിൽ നിന്നുള്ള രാംനാഥ് താക്കൂർ ഉൾപ്പെടെയുള്ള, അദ്ദേഹം സഹമന്ത്രിയാണ്, ഉൾപ്പെടെയുള്ളവരെ ഒരു പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് JDU ഇതിനകം തന്നെ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയുന്നത്. കാര്യം ഒന്നാം മോദി സർക്കാർ അല്ലെങ്കിൽ രണ്ടാം മോദി സർക്കാരോ പോലെയല്ല ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഇപ്പോൾ JDUവിൻ്റെയും അതേപോലെ തന്നെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുടെയും പിന്തുണ കൊണ്ടാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് JDU ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ നേതാക്കന്മാരെ, അവരുടെ പാർട്ടി ലീഡറെ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയമിക്കണം എന്ന് അവർ തീരുമാനിച്ചാൽ, അവർ നിർബന്ധം പിടിച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ BJPക്ക് കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴും BJP തയ്യാറാകുമോ എന്നുള്ളതും കണ്ടറിയണം. മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ നൽകാനുള്ള ഒരു താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടിരിക്കുക.